ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു കസ്റ്റമർ 3 മാക്സി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മാക്സികളൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു വയലറ്റ് കളറാണ്. ഇത് ഫുൾ കോട്ടൺ അല്ല, ഒരു കോട്ടൺ മിക്സ്ഡ് ആണ്. ഒരു പോളിസ്റ്ററും കോട്ടനൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതാവുമ്പോൾ ചുരുങ്ങിപ്പോകും എന്നുള്ളൊരു പേടി വേണ്ട. നല്ലൊരു കളർ കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ നെക്ക് ഡിസൈനും അതിൻ്റെ വർക്കും കളറും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു നൈറ്റി ഉണ്ടല്ലോ, രണ്ടാമതായിട്ട് ഈ കാണിക്കുന്ന ഈ ഒരു നൈറ്റി ഫുൾ കോട്ടൺ ആണ് കേട്ടോ. ഫുൾ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ തൊട്ട് നോക്കാൻ തന്നെ നല്ലൊരു സുഖമാണ്. പിന്നെ ഇതിൻ്റെ കൈ ഒരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൈയിൻ്റെ തറ്റത്തായിട്ടൊരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക്, നെക്കിൻ്റെ വർക്ക് സാധാരണ നൈറ്റി പോലെ തന്നെയാണ്. മൂന്നാമത്തെ ഈ ഒരു നൈറ്റി റയോണിൽ വരുന്ന ഒരു നൈറ്റിയാണ്. ഇതും ചുരുങ്ങി പോവില്ല. എത്ര അലക്കിയിട്ടുണ്ടെങ്കിലും ചുരുങ്ങി പോകുന്നുള്ള പേടി വേണ്ട. ഇതിൻ്റെ ഒരു നെക്ക് ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബോഡി വർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഫ്ലവേഴ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലോ, ഇതിൻ്റെ കൈ അവർക്ക് ഇറക്കം കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവർ അളവിനായിട്ട് തന്നിട്ടുള്ളൊരു നൈറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അളവുകൾ ആദ്യം അങ്ങ് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യം ഞാൻ നൈറ്റിയുടെ ഫുൾ ലെങ്ത്താണ് നോക്കിയത്. ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മെഷർമെൻറ്റ് നോക്കാം. അടുത്ത നമ്മൾ നെക്ക് ലെങ്ത്താണ് നോക്കുന്നത്. കസ്റ്റമർ പറഞ്ഞതിനേക്കാൾ നെക്കിൻ്റെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളത് ഷോൾഡറിൽ പിടിച്ചിട്ടാണ് കേട്ടോ ആ നെക്കിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. റെഡിമെയ്ഡ് മാക്സി ആയതുകൊണ്ട് നെക്ക് വിഡ്ത്ത് ഒന്നും നമ്മൾക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഷോൾഡർ അവർക്ക് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഷോൾഡറിലും ഒരു മാറ്റവും വരുത്തുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് റൗണ്ടാണ് കേട്ടോ. നമ്മുടെ കസ്റ്റമർക്ക് ഈ നൈറ്റി അത്ര ഷേപ്പിൽ കിടക്കേണ്ട ആവശ്യമില്ല. അത്ര ഷേപ്പിൽ കിടക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വേസ്റ്റ് ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് അടയാളം അങ്ങനെ ഷേപ്പിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ചെസ്റ്റ് റൗണ്ട് ഒരു വൃത്തിയിൽ കിടന്നാലാണല്ലോ നൈറ്റി ഇട്ടതിലൊരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്ര മാത്രമാണ് നമുക്ക് ബോഡിയിൽ നിന്ന് എടുക്കാനുള്ളൊരു മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്തും സ്ലീവ് റൗണ്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അടുത്ത നമുക്ക് സ്ലീവ് ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. സ്ലീവ് ലെങ്ത്ത് നമ്മുടെ അളവിൽ തന്നതിനേക്കാൾ കുറവാണ് നമുക്ക് തയ്ക്കാൻ കിട്ടിയതില്ലെങ്കിൽ നമ്മുടെ നൈറ്റിയുടെ അടിവശം നമ്മൾ വെട്ടുമല്ലോ നമ്മൾ ഫുൾ ലെങ്ത്ത് നോക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്ന ആ ഒരു പീസ് നമ്മൾ കയ്യിന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ അളവിന് തന്ന ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് റൗണ്ട് കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. സ്ലീവ് റൗണ്ട് കൂടെ നോക്കിയപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് തയ്ക്കാൻ കിട്ടിയ നൈറ്റിയിലേക്ക് ഈ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ആദ്യം ഞാൻ ഫുൾ ലെങ്ത്ത് എടുക്കുന്നില്ല കേട്ടോ. നെക്കിൻ്റെ ലെങ്ത്താണ് ഞാൻ ആദ്യം നോക്കുന്നത്. കസ്റ്റമർ തന്ന അളവിനേക്കാൾ കുറച്ച് കൂടുതലായിരുന്നു ഈ ഒരു നൈറ്റിയിലത്തെ നെക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു 1/2 ഇഞ്ച് കയറ്റി തയ്ച്ചപ്പോൾ നമ്മുടെ നെക്ക് ലെങ്ത്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ആ തയ്ച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഷോൾഡറിൻ്റെ അവിടെ, ആ തയ്ച്ചു കൊടുത്തതിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഫുൾ ലെങ്ത്ത് എടുക്കുന്നത്. കാരണം നമ്മുടെ കസ്റ്റമർ പിന്നീട് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ചും കൂടെ ഇറക്കം വേണം കേട്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്തതിൽ മാറ്റം വരുത്തിയില്ല. ഷോൾഡർ ഞാൻ ആദ്യം അങ്ങ് തയ്ച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഇറക്കം പിടിക്കാമെന്ന് വിചാരിച്ചത്. ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ബാലൻസ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുക്കുന്നത്. ചില കസ്റ്റമേഴ്സിന് സ്ലീവ് ലെങ്ത്ത് കുറവ് മതിയെന്ന് പറയും. പക്ഷേ മറ്റ് ചില കസ്റ്റമേഴ്സിന് സ്ലീവ് ലെങ്ത്ത് അത്യാവശ്യം വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ പീസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുക്കാറ്. ഇനി നമുക്ക് ഈ ഒരു നൈറ്റിയുടെ സ്ലീവ് ലെങ്ത്ത് നോക്കാം. നമ്മൾക്ക് കസ്റ്റമർ അളവിന് വേണ്ടിയിട്ട് തന്ന നൈറ്റിയുടെ സ്ലീവ് ലെങ്ത്തും തയ്ക്കാൻ പോകുന്ന നൈറ്റിയുടെ സ്ലീവ് ലെങ്ത്തും ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് ലെങ്ത്ത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. എന്തായാലും നമുക്കത് മാറ്റി വയ്ക്കാം, പിന്നീട് അത് ആവശ്യം വരും. ഇനി നമുക്ക് താഴെ മടക്കി തയ്ച്ചു കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ചെസ്റ്റ് റൗണ്ട് ഒന്ന് നോക്കണം. ചെസ്റ്റ് റൗണ്ട് നോക്കാൻ വേണ്ടിയിട്ട് തുണിയെ ഇതുപോലെ നമ്മളൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മടക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെസ്റ്റ് റൗണ്ട് നോക്കാം കേട്ടോ. ചെസ്റ്റ് റൗണ്ട് ഞാൻ മെഷർ ചെയ്തപ്പോൾ നമുക്കിതിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നൈറ്റി കസ്റ്റമർക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അടിവശം ഒന്ന് മടക്കി തയ്ക്കേണ്ടി മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് മറ്റുള്ള നൈറ്റീസൊക്കെ ഇതുപോലെ തന്നെയാണ് നമ്മൾ മെഷർ ചെയ്തിട്ട് അളന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇനി സ്ലീവ് റൗണ്ട് നമുക്ക് നോക്കാം. സ്ലീവ് റൗണ്ട് കുറച്ച് കൂടുതലായിരുന്നു. അത് നമുക്ക് ഒരു 1/2 ഇഞ്ച് നമുക്കൊന്ന് പിടിച്ചിട്ട് സ്ലീവ് റൗണ്ട് ഒന്ന് കുറച്ച് കൊടുക്കാം. ബാക്കി അളവുകളെല്ലാം നമുക്ക് കറക്റ്റാണ്. അടിവശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഏതൊരു നൈറ്റി തയ്ക്കുമ്പോഴും അതിന് എക്സ്ട്രാ പീസ് വെച്ചിട്ടൊക്കെ റെഡിമെയ്ഡ് ആണെങ്കിലും ശരി, കയ്യിൻ്റെ അവിടെയൊക്കെ എക്സ്ട്രാ പീസ് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിലൂടെയൊക്കെ ഒന്നുകൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെയാണെങ്കിലും എല്ലായിടത്തും ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതുപോലെ സിബ് വെച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നൈറ്റി നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മറ്റുള്ള നൈറ്റീസുകളും ഞാൻ കട്ട് ചെയ്തത്. മറ്റുള്ള നൈറ്റീസിലും എനിക്ക് കൂടുതലായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ നൈറ്റീസും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഒരു നൈറ്റിയുടെ കൈയിൻ്റെ താഴെ നമ്മളൊരു ചെറിയ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് സ്ലീവ് ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. പക്ഷേ കസ്റ്റമർ പറഞ്ഞു കുഴപ്പമില്ല, അലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കുറച്ചങ്ങ് കയറ്റി വെച്ചുകൊണ്ട് കുഴപ്പം വരുന്നില്ല, അതുകൊണ്ട് ലെങ്ത്തിന് മാറ്റങ്ങളൊന്നും വരുത്തണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ള നൈറ്റീസുകളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചില സമയത്ത് ഇതുപോലത്തെ നൈറ്റീസുകൾ എനിക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടും. അതായത് എനിക്ക് കൂടുതലായിട്ട് അതിൽ വർക്കൊന്നും ചെയ്യാൻ ഉണ്ടാവില്ല. ജസ്റ്റ് അവിടെ എവിടെയെങ്കിലും ഒന്ന് തയ്ച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇറക്കം കുറയ്ക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. കൂടുതലായിട്ട് വെട്ടാനോ ഷേപ്പാക്കാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് അധികം ഞാൻ വാങ്ങിക്കാറില്ല. 20 25 ഞാൻ വാങ്ങിക്കാറ്. പിന്നെ കസ്റ്റമർക്ക് ഇഷ്ടത്തോട് കൂടിയിട്ട് നമുക്ക് 50 രൂപ തരുവാണെങ്കിൽ ഞാൻ വേണ്ടാന്നും പറയാറില്ല. അപ്പം ഞാൻ അവരോട് പറയും, എനിക്ക് ഇതിലധികം പണികളൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു 25 രൂപ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി, അല്ലെങ്കിൽ 20 മതി, അത്രയൊക്കെ ഞാൻ പറയാറുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റമർക്ക് നിർബന്ധമാണ്, അത് പറ്റില്ല, നീ ഇത് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ എന്നോട് നല്ല സ്നേഹമുണ്ട് എന്തായാലും. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുവിടാനും മറക്കരുത് കേട്ടോ.